ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ്. അതിനുവേണ്ടി ഒരു 8 സ്ലൈസ് ബ്രെഡ്, എൻ്റെ വെജിറ്റബിൾസ് ഒരു 2 ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത്, ഒരു 1/4 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് മയോനൈസ്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1 കപ്പ് അതിന് ചട്നിക്ക് വേണ്ടിയിട്ടാണ് 1 കപ്പ് പുതിനയില, 1/2 കപ്പ് മല്ലിയില, 1 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്. ഫസ്റ്റ് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ക്യാരറ്റ് ക്യാബേജ് എല്ലാം ഇട്ട് പെപ്പർ പൗഡർ, മയോനൈസ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു നുള്ളു ഉപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ചട്നി തയ്യാറാക്കാം. ഈ പുതിന ചട്നിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഫ്രഷ് പുതിനയിലയും മല്ലിയിലയും എടുക്കണം. അതിലേക്ക് 1 വെളുത്തുള്ളി, 1 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ വെച്ചിട്ട് വേണം നന്നായിട്ട് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ചട്നി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. ഒരു ബ്രെഡ് ആദ്യം 1 സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ചട്നി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചട്നി രണ്ടിലും നല്ല സ്പ്രെഡായിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മടക്കണം. ഇതിൻ്റെ ടോപ്പിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് വെജിറ്റബിൾസ് എല്ലാം കൂടെ സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. ഇനി അതിൻ്റെ ടോപ്പിൽ ഈ മയോണൈസ് ഒക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ അടുത്ത സ്ലൈസ് ബ്രെഡ് വെക്കുക. ഞാൻ അതിൻ്റെ ടോപ്പിലായിട്ട് വീണ്ടും ചട്നി നമുക്ക് സ്പ്രെഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് വേറൊരു ബ്രെഡ് ഇതുപോലെ അതിനകത്ത് ചട്നി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ നടുവേ ഇങ്ങനെ നമുക്ക് കോണായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. നെടുകെ ഇങ്ങനെ മുറിച്ച് നമ്മൾ സാൻഡ്വിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കിഡ്സിനൊക്കെ ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ സാൻഡ്വിച്ച് ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.